ബീറ്റ്റൂട്ടിൽ ചില ചേരുവകൾ യോജിക്കുന്ന രീതിയിൽ ചേർത്താൽ ഉണ്ടാക്കുന്ന കറി ടേസ്റ്റി മാത്രമല്ല പോഷകസമ്പന്നവുമാണ്. ചപ്പാത്തിക്കും ചോറിനും വളരെയധികം യോജിക്കുന്ന ഈ കറി ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ വീണ്ടും ഉണ്ടാക്കാൻ ആഗ്രഹിക്കും. ഈ കറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ടേസ്റ്റിയായ ബീറ്റ്റൂട്ട് കറി ഇനി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് 1 കപ്പ് തുവരപ്പരിപ്പ് നന്നായി കഴുകി വെള്ളമൊഴിച്ച് മാറ്റി വെക്കുക. തുവരപ്പരിപ്പിന് പകരം മറ്റുള്ള പരിപ്പുകളും എടുക്കാവുന്നതാണ്. ഇനിയും നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് 3 ബീറ്റ്റൂട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് പ്രഷർ കുക്കറിലേക്ക് ഇടുക. കൂടെ നന്നായി കഴുകി വൃത്തിയാക്കിയ പരിപ്പും കൂടി ഇടുക. ചെറിയ സബോളയോ ചുവന്നുള്ളി അരിഞ്ഞതിടുക. 1 വെളുത്തുള്ളി അല്ലിയും ഇടണം. 2 പച്ചമുളക് കീറിയിടുക. അതിൻ്റെ കൂടെ കട്ട് ചെയ്ത 1 ടൊമാറ്റോ കൂടെ ഇടണം. കുറച്ച് ഉപ്പും കൂടി ചേർക്കുക. പിന്നീട് നമ്മൾ ഉപ്പ് ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പം കുറച്ച് ഉപ്പിട്ടാൽ മതി. അതുപോലെ 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായി ഇളക്കി പ്രഷർ കുക്കറിൽ ഇതൊരു 5-6 വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കണം. ഈ സമയം മിക്സിയുടെ ജാറിൽ 1 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1 പച്ചമുളക്, ലേശം മഞ്ഞൾപ്പൊടി, അതുപോലെ അരയ്ക്കാൻ ആവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് അരച്ചിട്ട് അതും മാറ്റി വെക്കണം. അരച്ചതിന് ശേഷം കുക്കർ തുറന്ന് നോക്കുക. ബീറ്റ്റൂട്ടും പരിപ്പും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ബീറ്റ്റൂട്ട് നന്നായിട്ട് വേകണം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ഇടുക. കൂടെ ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി ഇളക്കുക. ഉപ്പ് നമ്മൾ നേരത്തെ കുറച്ച് ഇട്ടതാണ്, അപ്പോൾ അതനുസരിച്ച് വേണം ഉപ്പിടാനായിട്ട്. ഇനി ഇത് ഒന്ന് തിളപ്പിക്കാൻ വെക്കണം. തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫാക്കണം. ഇപ്പം ലൂസായിട്ടൊക്കെ തോന്നുമെങ്കിലും കുറച്ച് കഴിയുമ്പോഴിത് ടൈറ്റ് ആകും. ഇനി അടുത്തതായിട്ട് ഫ്ലെയിം ഓഫാക്കി കഴിഞ്ഞിട്ട് ഒരു ചൂടായ പാനിൽ നെയ്യോ വെളിച്ചെണ്ണയോ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുക. കുറച്ച് ഉള്ളി ചേർത്തത് മൂപ്പിക്കുക. ഉള്ളി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കണം. കുരുമുളക് പൊടിയാണ് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത്. കുരുമുളക് പൊടിയും കറിവേപ്പിലയൊക്കെ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫാക്കുക. ഈ വറവ് കറിയിലേക്ക് ഒഴിക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് ഇത് ഇളക്കി ഉപയോഗിക്കാം. ഇപ്പോൾ ലൂസായിരുന്നാലും കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി ഇത് കുറുകി വരും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഈ ബീറ്റ്റൂട്ട് കറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. ചോറിനും ചപ്പാത്തിക്കും വളരെ ചേരുന്ന ഈ സൈഡ് ഡിഷ് നിങ്ങളും ഉണ്ടാക്കി നോക്കുക. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.